ഇപ്പം തന്നെ ഇവിടെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ എല്ലാ മനസാക്ഷിയും ഞെട്ടിക്കുന്ന നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആരോഗ്യരംഗത്ത് നമ്മുടെ നാട്ടിലെല്ലാത്തിനും ഒരു അഭിപ്രായവും പ്രതിഷേധവും ഉണ്ടല്ലോ. ഒരു സ്കൂളിന് 12 കോടി രൂപയാണ്. മയക്കുമരുന്ന് പോലുള്ള അനാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഗെയിൻ പൈപ്പ് ലൈൻ നടക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ആണല്ലോ. നമസ്കാരം, ജെഎം ടോക്സിലേക്ക് സ്വാഗതം. പ്രമുഖ CPM നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ ശ്രീ ശിവൻകുട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. 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 അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് താങ്കളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും അതിന് തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും. ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുവാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ്. കാരണം 2 പ്രാവശ്യം 2 ടേം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുകയും അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ 3-ാം പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പ്. അതൊരു ചരിത്ര സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളും അത് അങ്ങനെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാശിയും അതിൻ്റെ ഒരു ഗൗരവവും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. ഈ 3-ാം തവണയും അധികാരത്തിൽ തിരിച്ചു വരും അല്ലെങ്കിൽ വരണം എന്ന് കരുതുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട്? 2-3 കാരണങ്ങളാണ്. ഒന്ന്, വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിമാർ പറയുന്ന കാര്യം മാത്രമല്ല, ദേശീയാടിസ്ഥാനത്തിലുള്ള വിവിധ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഏജൻസികൾ തന്നെ അത് കണ്ടെത്തിയിട്ടുള്ളതും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രാജ്യത്തിപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പഞ്ചാബാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത്. അതുപോലെ തന്നെ ഇവിടെ ചില കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ 1-ാം സ്ഥാനത്താണ് പല കാര്യങ്ങളിലും. കോളേജ് വൈസായിരുന്നാലും യൂണിവേഴ്സിറ്റി വൈസായിരുന്നാലും ഒക്കെ തന്നെ നമ്മൾ 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തേക്ക് നിൽക്കുകയാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്ത്, ഗതാഗത രംഗത്ത്, അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ വകുപ്പും വികസന രംഗത്ത് ഏറ്റവും മുന്തിയ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു കാര്യം. 2ാമത്തെ കാര്യം, അഴിമതിയില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും പ്രതിപക്ഷമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരേണ്ടത്, ഒരു അടിയന്തര പ്രമേയം അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ശബരിമല ആ ശബരിമല പ്രശ്നത്തിൽ അഴിമതി പുറത്തുന്നയിച്ചത് ഉള്ളതല്ലാതെ ഗൗരവമായി സർക്കാരിനെതിരായിട്ട് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ശബരിമല പ്രശ്നത്തിൽ നിന്ന് UDF പുറകോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ അവർ കത്തിക്കേറിയായിരുന്നു, അത് വെച്ചുകൊണ്ട് ആ മുദ്രാവാക്യം വെച്ചുകൊണ്ട് കത്തിക്കേറിയായിരുന്നു. പക്ഷേ 2ാം ഘട്ടമൊക്കെ ആയപ്പോൾ അതിൽ UDFൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരുടെ പേരെല്ലാം ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ അവരതിന് പിന്മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു അഴിമതി ഇതിപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവമാണ്. അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൃത്യമായ രീതിയിൽ അഴിമതി കൊണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുക്കുന്ന സമീപനമുണ്ട്. തികച്ചും എല്ലാവർക്കും അറിയാവുന്ന ഒരു സമീപനമാണ്. കോൺഗ്രസും മനസ്സുകൊണ്ട് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിലയിലും കേരള ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും മറ്റു കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ളൊരു സമീപനം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന അവസരത്തിൽ അതിനെ എതിർത്തുകൊണ്ടൊരു സമീപനം എടുക്കുന്നതിന് വേണ്ടി UDF തയ്യാറായിട്ടില്ല കേരളത്തിൽ. എന്ന് മാത്രമല്ല, അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു കേരളം. ഓരോ കാര്യങ്ങൾക്കും പുറകോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം, പൊതുവിൽ ആൾക്കാരെല്ലാം കാണുന്നത് ഒരു
ഐക്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുന്നണിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. മുന്നണിക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, പബ്ലിക്കിന്റെ ഇടയിൽ അതൊരു ഡിസ്റ്റർബൻസും ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഇവിടെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങിയല്ലോ. ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ അത് കേട്ടാൽ ഉടനെ പബ്ലിക്കിൽ നിന്ന് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ വന്നല്ലോ. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. മറ്റൊരു കാര്യം, നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടത്തി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ. ഉദാഹരണത്തിന് ഗെയിൻ പൈപ്പ് ലൈൻ നടക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പം ഒരു 1-2 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ വീടുകളിലും വെള്ളം തുറക്കുന്ന പോലെ ഗ്യാസ് തുറക്കുന്ന സാഹചര്യം വരികയാണ്. നാഷണൽ ഹൈവേ നടക്കില്ലെന്ന് പറഞ്ഞ് തീരുമാനിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ മറ്റേ കൊല്ലത്ത് പോയ അവസരത്തിൽ അന്തം വിട്ടുപോയി. ആ നിലയിൽ ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ കഴിഞ്ഞാൽ പിന്നെ തീരദേശ ഹൈവേ നടക്കില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. 5000 കോടി രൂപ മറ്റോ ആണ് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കേണ്ടി വന്നത്. സാധാരണഗതിയിൽ സ്ഥലം എടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ചിലവഴിക്കേണ്ട കാശാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കപ്പെട്ടു. നമ്മൾ കേരള ഗവൺമെൻറ് അത് കാശ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇപ്പം ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സംസ്ഥാനത്തെ ഒരു സർക്കാർ ആശുപത്രികളിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ദിവസത്തെ OP എന്ന് പറയുന്നത് 1000 പേര് 1500 പേരൊക്കെ OP ഒരു ദിവസം വരും. അപ്പോൾ ഈ ഇത്രയും പേരെ നമ്മൾ കൈകാര്യം ഇത്രയും പേരെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വരുന്നത് 50 പേരാണ് OPയിൽ വരുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അതിൻ്റെതായ കാശ് ചിലവാകും, അതിനുള്ള സൗകര്യങ്ങളും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിൽ പോലും മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അടക്കം അവയവങ്ങൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടു വന്നിരിക്കുന്നു. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആരോഗ്യരംഗത്ത് ഇങ്ങനെ ചെറുതും ചില പ്രശ്നങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ നമ്മുടെ നാട് ചെറിയ ഒരു ജലദോഷം വന്നാൽ പോലും ആശുപത്രിയിൽ പോകുന്ന ഒരു നാടാണ്. ഇപ്പോൾ UPയിൽ അതില്ല. അങ്ങനെ അതുപോലെ പല സംസ്ഥാനങ്ങളിലും ആ കാര്യം കാണുന്നതിന് വേണ്ടി കഴിയില്ല. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗം ഞാൻ കൈകാര്യം ചെയ്ത രംഗമാണ്. നേരത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ 5000 കോടിയിലധികം എന്ന് പറഞ്ഞാൽ ഇവിടെയും ചിലവഴിച്ച് സ്കൂൾ കെട്ടുന്നതിന് വേണ്ടി 5000 കോടിയിലധികം രൂപ. എൻ്റെ മണ്ഡലത്തിൽ ഒരു സ്കൂളുണ്ട്, കോളത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഇട സൈഡിൽ നോക്കിയാൽ കെട്ടിടം പൊങ്ങിക്ക് കാണാം. ഒരു സ്കൂളിന് 12 കോടി രൂപയാണ്. 12 കോടിയാണ് അനുവദിച്ചത്. ഒരു നില പൂർണ്ണമായി കഴിഞ്ഞിട്ട് 2 നില ഇവിടെ കെട്ടാറുണ്ട്. അവിടെ 1200ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാം മത്സ്യത്തൊഴിലാളികളുടെയും പാവപ്പെട്ട കുട്ടികളുടെയും ഇതാണ്. എൻ്റെ മണ്ഡലത്തിൽ, നേമമണ്ഡലത്തിൽ എനിക്ക് പറയാൻ കുറച്ച് എളുപ്പമായിരിക്കും. 24 സ്കൂളാണ് ഉള്ളത് ടോട്ടൽ. 19 സ്കൂളും പുതിയ സ്കൂളായി മാറുന്ന സാഹചര്യം. അപ്പോൾ സ്കൂളുകൾക്ക് വേണ്ടി ഒട്ടേറെ കെട്ടിടങ്ങൾ പണിതു എന്നുള്ളതും സ്മാർട്ട് ക്ലാസ്സുകൾ ഉണ്ടായി എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ചില മാധ്യമങ്ങളൊക്കെ നടത്തിയ മനോരമ തന്നെ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിക്കാൻ അറിയില്ല. പലർക്കും ഈ 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്ക് 1 മുതൽ 10 വരെ കൃത്യമായിട്ട് കൂട്ടാൻ പോലും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ചില ആരോപണം വരുന്നു. അപ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നം നമ്മുടെ സംവിധാനത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സംവിധാനത്തിൽ ഉണ്ടോ എന്നുള്ള സംശയം. അതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, 99% കുട്ടികൾ നമ്മൾ വിജയിപ്പിച്ചു വിടുക, ഇത് ശരിക്കും അർഹമായ രീതിയിലുള്ള ഒരു വിജയമാണ്. ഇതിനെങ്ങനെയാണ് മന്ത്രി കാണുന്നത്? അതായത് ഇത് ആദ്യം ചോദിച്ച ചോദ്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചരണമാണ്. ഒന്ന്, അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം മിടുക്കന്മാരാണ്. അവർക്ക് ഇന്നിപ്പോൾ അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകളിൽ ഉള്ള കുട്ടികളെക്കാൾ ഏറ്റവും നന്നായി തന്നെ എഴുതുവാനും വായിക്കുവാനും അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ഇഷ്യൂസിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അതായത് ഇപ്പോൾ എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ് ഒരു അക്കാഡമിക് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്താറുണ്ട്. രാജ്യത്താകെ നടത്താറുണ്ട്. അതിൽ 2ാം സ്ഥാനമാണ്, ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചാബാണോ 1ാം സ്ഥാനം എന്ന് പറയുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ഓൾ പ്രൊമോഷൻ കൊണ്ടുവന്നത്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ ഓൾ പ്രൊമോഷൻ കൊണ്ടുവന്നത്. വർഷം ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷമാണ് ഈ ഓൾ പ്രൊമോഷൻ നിർത്തലാക്കിയിട്ട് മിനിമം മാർക്ക് വേണമെന്നുള്ള നിലയിലുള്ള തീരുമാനം എടുക്കുന്നത്. മിനിമം മാർക്ക് ഒരു സബ്ജക്റ്റിന് 30 മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരുന്നു മാത്രമേ ആ കുട്ടി ജയിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ.
അപ്പോഴതിനെ ചൊല്ലി നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒരു അഭിപ്രായവും പ്രതിഷേധവും ഉണ്ടല്ലോ. വലിയ പ്രതിഷേധമൊക്കെ വന്ന് നമ്മൾ പാവപ്പെട്ട കുട്ടികളെ മുഴുവൻ പരാജയപ്പെടുന്നതിന് വേണ്ടിയാണെന്നുള്ള നിലയിൽ വന്നു. എന്നിട്ട് പറഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്, മത്സ്യത്തൊഴിലാളികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്, തൊഴിലാളികളുടെ കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള നിലയിലൊക്കെ വാദഗതികളെല്ലാം വന്നു. ഞാൻ പറഞ്ഞു ഒരൊറ്റ കുട്ടിയെ പോലും തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല, പക്ഷേ അവൻ മിനിമം മാർക്ക് തേടണം. തേടാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക കോച്ചിങ്. ഇപ്പോൾ ഈ കോച്ചിങ് ഈ ആഴ്ച 27-ാം തീയതി അവസാനിച്ചേ ഉള്ളൂ. കോച്ചിങ് നടത്തുകയും ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് ചെയ്യും. ആ ടെസ്റ്റിൽ അവൻ ജയിക്കും. ടെസ്റ്റിൽ ജയിക്കണം അവൻ. അവൻ്റെ പ്രൊമോഷൻ, അവൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൊമോഷൻ ലിസ്റ്റായിരിക്കും ക്ലാസ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എതിർത്തവർ തന്നെ ഇത് നല്ലതാണെന്ന് പിന്നെ പറയുകയും അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ 99%, 98% എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പരീക്ഷാ രീതിയിൽ സമ്പ്രദായത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏതോ ഒരു രാജ്യത്ത്, ഞാൻ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ പഴയ ഇപ്പോഴത്തെ നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 55,000 ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂംസാണ് നമ്മൾക്ക് വലിയ അഭിമാനമാണ് ആ കാര്യത്തിൽ. അത് ഈ രാജ്യത്ത് അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂം അവസാനിപ്പിക്കുന്നു. അവർ പിന്നെ പഴയ രീതിയിലത്തേക്ക് പാഠപുസ്തകവും കൈകൊണ്ട് കുട്ടികൾ എഴുതുക, ഹോംവർക്ക് കൊണ്ടുവരിക, ഇത്ര പുസ്തകം വായിച്ചിരിക്കണമെന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, ഈ കാണാ പഠിച്ച് പരീക്ഷ എഴുതുന്ന പഴയ രീതിയിലേക്ക് അവർ തിരിച്ച് പോകുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണ്. മറ്റേ കുട്ടികളിപ്പോൾ സ്കൂളിൽ ചെല്ലുന്നത് പുസ്തകം കൊണ്ടൊന്നുമില്ല, ഒരു മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം ചെല്ലുകയാണ്. മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം ചെല്ലുകയാണ്. എന്ന് മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഫലമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളും ദുരന്ത അനുഭവങ്ങളും നമ്മുടെ എല്ലാ മനസാക്ഷിയും ഞെട്ടിക്കുന്ന നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ വളരെ കൂടുതൽ പറയാനുണ്ട്. അല്ല, അപ്പോൾ അങ്ങനെ ലോകം ഇന്ന് അങ്ങനെ പല രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് വിദ്യാഭ്യാസ രീതിയിൽ വരുമെന്നാണ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നോൺ അക്കാഡമിക് കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൊടുക്കുന്നു. നമ്മളെയാണ് കുട്ടികൾ രാവിലെ 7 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ ക്ലാസ്സും ട്യൂഷനും ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അവന് സംഭവിക്കുന്നത് എന്താ? മാനസികപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. അവർ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു കരുത്തുണ്ടാകുന്നില്ല. അവന് സഹജീവികളോട് മിങ്കിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊതു ഒരു ബലവും ആത്മബലവും അവന് കിട്ടുന്നില്ല. അവനാകെ ഈ പുസ്തകം നോക്കുക, വളരെ പുസ്തക പുഴുക്കളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ, എന്ന് മാത്രമല്ല, ഈ മയക്കുമരുന്ന് പോലുള്ള അനാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് അവൻ്റെ എനർജിയും അവൻ്റെ ബുദ്ധിയും ശേഷിയും ഒക്കെ തന്നെ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കിട്ടാതെ അവൻ ഈ പുസ്തകത്തിൽ മാത്രം നോക്കി ബോറടിക്കുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. ഒരു കുട്ടി ഒരു സ്പോർട്സ് ഇനമെങ്കിലും കൈകാര്യം ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഒരു കുട്ടി ഒരു കലാവിഭാഗമെങ്കിലും കൈകാര്യം ചെയ്തിരിക്കണം. അതിന് നമ്മുടെ വിദ്യാലയങ്ങൾ പ്രാപ്തമാവണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവധിക്കാലം അങ്ങനെ ഒരു നിർദ്ദേശം എന്തുകൊണ്ടത് ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല? അല്ല, നമ്മൾ നല്ല ആശയമാണ്, നേരത്തെയും ഇതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ. അത് അറിയാലോ, ഒരു ഗവൺമെന്റ് കാര്യമാകുമ്പോൾ ഇത് നമ്മളെ പെട്ടെന്ന് ഒരു 10 പേരിൽ നടപ്പിലാക്കേണ്ട കാര്യമില്ല. 47 ലക്ഷം പേരിൽ നടപ്പിലാക്കണം. അതിനുള്ള ട്രെയിനി ആയിട്ടുള്ള അധ്യാപകർ വേണം. പിന്നെ അധ്യാപകരുടെ എണ്ണം കുറവായിരിക്കും. ഈ കായിക രംഗത്ത് അധ്യാപകരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇപ്പോൾ രക്ഷകർത്താക്കൾ തന്നെ അത് മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവധിക്കാലം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ പഠനത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി അവരൊക്കെ ഹോളിഡേ തന്നെ ആയിരിക്കണം. സർക്കാർ സ്ട്രോങ് ആയിട്ട് നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം അവധിക്കാലത്ത് കുട്ടികളെ ഈ കുട്ടികൾ ഈ അവധിക്കാലത്തെല്ലാം ഈ നമ്മുടെ കൂട്ടുകാരോടൊത്ത് കളിച്ച് രസിച്ച് നടക്കുന്ന അവസരത്തിൽ അവൻ വേറൊരു മാനസികാവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മളിപ്പോൾ ഏത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഒരു ദിവസം കൊണ്ട് അവധി തരാൻ പറ്റുമോ? ഇതാണ് അവർ അടുത്തൊന്ന് ചോദിക്കണം. മന്ത്രിയുടെ അടുത്തൊരു ആക്സസ് ഉള്ളതുകൊണ്ട് അവരൊന്ന് ചോദിക്കുന്നത്, 2 ദിവസം കൊണ്ട് അവധി കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പം അതിലത്തേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചു. പക്ഷെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ വരിക. മിനിസ്റ്റർ മുമ്പ് പറഞ്ഞു ഈ പഠന രീതിയിലൊക്കെ ഇനി മാറ്റം വരാൻ പോകുന്നു. വസ്തുതയിൽ അപ്പം നമ്മൾ ഈ മുടക്കിയ കാശ് വേസ്റ്റായി മാറില്ലേ? നമുക്കൊരിക്കലും വേസ്റ്റ് ഇല്ല. നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു വേസ്റ്റ് ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം ഇത് കടമെടുത്ത് പണിതാണ്. നമുക്ക് വേസ്റ്റ് ഒരിക്കലും ആവില്ല. കാരണം ഇപ്പൊ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു രാജ്യത്ത് ഒരു കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചത്, ഇങ്ങനെ ഒരു വിമർശനം ഉണ്ട്. അതായത് സ്മാർട്ട് സ്കൂളുകൾക്ക് വേണ്ടി ഇത്രയേറെ പണം മുടക്കി അത് നാളെ ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നതൊക്കെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം ഇത്രയും പണം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് ന്യായമുണ്ടോ എന്നൊരു ചോദ്യം നേരത്തെ പല സാമ്പത്തിക വിദഗ്ധരും ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നമുക്ക് യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസമാണല്ലോ ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ ഫാസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതി ഇത്തരം പുത്തൻ പിന്തുടർന്നേ പറ്റുള്ളൂ. നമ്മൾ വളരെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇപ്പൊ 45,000 ക്ലാസ് റൂംസ് വെച്ചാൽ നമ്മുടെ കുട്ടികൾ വന്നിരുന്നവൻ വളരെ പെട്ടെന്നാണ് ഇത്. അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ കുട്ടികളെ. എനിക്കും ജോൺ മുണ്ടക്കയത്തിനും ഒക്കെ തന്നെ കുട്ടിക്കാലത്തുള്ള പോലുള്ള ഒരു പിന്നെ ഗ്രാസ്പിംഗ് പവർ ഒന്നും ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഒരു രാജ്യത്തെ ചിന്തിക്കുന്നു എന്ന് സംബന്ധിച്ചതോടെ ഞാൻ പറയാം. മറ്റൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ LKG UKG 1-ാം ക്ലാസ്സിലാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഇത് ചെയ്യേണ്ടത്. ലോകത്തെ പല രാജ്യങ്ങളിലും നല്ല ക്വാളിഫിക്കേഷനുള്ള കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഹാൻഡ്സിനെ LKG UKG 1-ാം ക്ലാസ്സിലാണ് അവിടെ ടീച്ചേഴ്സായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ അത് വേണ്ട. പിന്നെ BEd എല്ലാം നമുക്ക് UP LP വിഭാഗത്തിൽ മാത്രം മതിയാവും. യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ ഞങ്ങളിപ്പോൾ SSKയുടെ പദ്ധതി പ്രകാരം വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. വർണ്ണക്കൂടാരം ഒരു പറ്റുമെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ടീം ചെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള അത് ഏതാണ്ട് ഒരു 1000-ഓളം വരുന്ന സ്കൂളുകളിൽ, കേരളത്തിൽ 14,000 സ്കൂളുണ്ട്, 1000-ഓളം വരുന്ന സ്കൂളുകളിൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പിന്നെ തയ്യാറായി. നമ്മുടെ യഥാർത്ഥത്തിൽ ഈ LKG UKG പിന്നെ പല സ്ഥലങ്ങളിലും പല സിലബസാണ് പഠിപ്പിക്കുന്നത്. ഏകീകരിച്ചൊരു സിലബസ് കുട്ടികൾക്ക് ഇല്ല. അപ്പോൾ ടീച്ചർ തന്നെ വിചാരിക്കുന്ന അതാണ് സിലബസ്. ടീച്ചർ തന്നെ ഇടുന്ന LKG എന്ത് പരീക്ഷ, UKG എന്ത് പരീക്ഷ. LKG UKG 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പരീക്ഷ നടത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരണം. എന്നാൽ മാത്രമേ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ട് വരേണ്ടത്. അപ്പം പിന്നെ ഈ LKG UKG അതേപോലെ 1, 2, 3, 5-ാം ക്ലാസ് വരെ ഉള്ളവർക്ക് പ്രത്യേക ഒരു സിലബസ് ഉണ്ടാക്കി അതിൽ പ്രത്യേക ഒരു പരീക്ഷ നടത്തി അധ്യാപകരായി തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ കുട്ടിക്ക് ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നതിന് വേണ്ടി കഴിയുള്ളൂ. മറ്റത് പിന്നെ ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്.